കാറ്റത്തെ കിളിക്കൂടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷ് രാത്രി മദ്യപിച്ച് നിധിയോട് മര്യാദയില്ലാതെ പെരുമാറിയതുകൊണ്ട് നിധി പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നു. എന്നാൽ നിധി വീട് വിട്ടു പോയ വിഷമത്തിൽ നികേഷിന് പനി പിടിക്കുന്നു. ഈ വിവരം നിധി അറിയുകയും നിധി നികേഷിനെ കാണാനായി കിളിക്കൂട്ടിലേക്ക് എത്തുന്നു. നിധിയെ കണ്ടതും സുധീഷ് പിണക്കം മാറ്റാനായി പലതും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും നിധി കേട്ടതായി ഭാവിക്കുന്നു പോലുമില്ല. അതിനുശേഷം സുഭാഷ് പലഹാരവുമായി നിധിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നിധി അത് കഴിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് കൂടി മതി, എനിക്ക് വയറ് നിറഞ്ഞു കേട്ടോ, ഇനി കഴിക്കാൻ എനിക്ക് കൊണ്ട് പറ്റത്തില്ല. ശരി മോളെ, അത് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകിക്കോ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. നിധി നികേഷിനോട് പറയുന്നുണ്ട്, നികേഷ് നന്നായി ഭക്ഷണം കഴിക്കണം, ഞാൻ ഇനിയും വരുമെന്ന് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല എടുത്തി ഇവിടെ സ്ഥിരമായി നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ? എടാ, ആദ്യം നിന്റെ പനിയൊന്ന് മാറട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് നിധിയും പറയുന്നുണ്ട്. നിധി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കൈ കഴുകി വന്ന് തൻ്റെ ബാഗ് എടുത്ത് പോകാനായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ നിധി, നീ അവിടെ നിൽക്ക്, ഞാൻ എൻ്റെ മുണ്ടും ഷർട്ടും മാറ്റിയിട്ട് വരാം, നിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് സുഭാഷിൻ്റെ പിറകെ തന്നെ ചെല്ലുന്നുണ്ട്. എന്താ ചേട്ടാ ഇത്? ചേട്ടനാണോ അവളെ കൊണ്ടുവിടാൻ പോകുന്നത്? ചേട്ടൻ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ അവളെ സ്റ്റോപ്പിൽ കൊണ്ടുവിടാം. ശരി, ഞാൻ മോളോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോളെ നിധി, അടുപ്പത്ത് കറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ വന്നാൽ ശരിയാവത്തില്ല. എടാ സുധീഷേ, നീ ഒന്ന് നിധിയെ ആ ബസ് സ്റ്റോപ്പിലേക്കാക്ക്. ഇത് കേട്ട് സുധീഷ് ശരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിധി ഇതിനെ അംഗീകരിക്കുന്നില്ല. നിധി പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ, ഞാൻ പൊക്കോളാം. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അല്ല ഇവനിവിടെ വെറുതെ ഇരിക്കുക, ഇവനെ കൂട്ടിപ്പോയിക്കോ എന്ന് സുധീഷിനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ നിധി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. പുറത്തിരിക്കുന്ന സ്കൂട്ടി നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ, ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അതെടുത്ത് പോയിക്കൂടെ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതിനവൾക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ എന്ന് സുധീഷ് പെട്ടെന്നങ്ങ് പറയുന്നു. ഇത് കേട്ട് എല്ലാവർക്കും വിഷമം തോന്നുവാണ്. നിധിയെ കളിയാക്കുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. പെട്ടെന്ന് അമളി പറ്റിയല്ലോ എന്ന് വിചാരിച്ച് സുധീഷ് തൻ്റെ തലക്കൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ആകെ ചമ്മിയതുപോലെ നിൽക്കുകയാണ്. ശരി ചേട്ടാ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിധി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. സുധീഷ് നിധിയുടെ പിറകെ തന്നെ ചെല്ലുന്നുണ്ട്. ഇത് കണ്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് പോകാനുള്ള വഴി അറിയാം, എൻ്റെ പിറകെ വരണ്ട. അല്ല, എനിക്കതറിയാം, എന്നാലും ഞാനൊരു വഴിപോക്കനായിട്ട് നിൻ്റെ പിറകെ വന്നോളാം എന്ന് പറഞ്ഞ് ഒരു നാണമില്ലാതെ സുധീഷ് നിധിയുടെ പിറകെ തന്നെ ചെല്ലുന്നുണ്ട്. കുറച്ചു ദൂരം നടന്നതും നിധി പിറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. സുധീഷ് പിറകെ തന്നെയുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എൻ്റെ പിറകെ വരുന്നത്? അതിന് ഞാൻ റോഡിലൂടെയല്ലേ നടക്കുന്നത്, ഇത് ഗവൺമെൻറ് നിർമ്മിച്ച റോഡല്ലേ, അതിനെന്താ കുഴപ്പം? എൻ്റെ പിറകെ നീ വരണ്ട, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പോകാൻ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ആ അതെനിക്കറിയാമല്ലോ, നിനക്ക് പോകാനറിയാം, നടക്കാനറിയാം, തനിയെ ഹോസ്റ്റലിലെടുത്ത് താമസിക്കാനറിയാം, എല്ലാം അറിയാം നിനക്ക്. പക്ഷേ ഇതൊന്നും അറിയാത്തൊരു നിമിഷമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാണ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം, നീ അത് മറക്കരുത്. ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, അതെല്ലാം ഞാനങ്ങ് മറന്നു. ആ അതെനിക്ക് മനസ്സിലായി, നീ എന്നെ വഴക്ക് പറയുന്നു. നല്ലവനായ ഞാനാണെങ്കിൽ അത് കേട്ട് നാണവും മാനവും ഇല്ലാതെ നിന്റെ പിറകെ നടക്കുന്നു. ഇത് കേട്ടപാട് നിധി പെട്ടങ്ങ് തിരിഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ നിധിക്ക് സുധീഷ് പറയുന്നത് കേട്ട് ചിരി വരുവാണ്. എന്നാൽ സുധീഷ് ചിരിക്കുന്നത് കാണാനും പാടില്ല. അതുകൊണ്ട് സുധീഷിനെ മറച്ചുകൊണ്ടാണ് നിധി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നത്. നിധിയെ കണ്ടതും ഒരു സ്ത്രീ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ആ ഭാസ്കരൻ്റെ വീട്ടിലെ മരുമകളല്ലേ, നീ പിണങ്ങിപ്പോയി എന്ന് കേട്ടല്ലോ, നീ തിരിച്ചു വന്നോ? ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്, നീ നിങ്ങളുടെ പണി നോക്കെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ രണ്ടുപേർ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ പിണങ്ങിപ്പോയി ഈ നാട് വിട്ടു എന്നൊക്കെ കേട്ടല്ലോ, തിരിച്ചു വന്നോ, അതോ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയത് എടുക്കാൻ വേണ്ടി വന്നതാണോ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല അങ്ങനെ മറന്നെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുക്കുമായിരുന്നോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ട് നിധിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അവൾ അങ്ങനെ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വഴിയെ പോകുന്നവരെല്ലാം നിധിയെയും സുധീഷിനെയും ഒരുമിച്ച് കണ്ടതോടെ പലതും പറയുന്നുണ്ട്. രണ്ട് സ്ത്രീകൾ പറയുന്നുണ്ട്, അല്ല ഇവർ തമ്മിൽ ഒന്നിച്ചോ, ഇവൾ ഈ വീട് വിട്ടു പോയി എന്നൊക്കെ കേട്ടതാണല്ലോ, അതെങ്ങനെ ഒരുമിക്കാനാ, ഈ വീട്ടിലെ പെൺകുട്ടികൾ വാടില്ലെന്ന് രാശിയില്ലെന്ന്
നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇത് കേൾക്കുകയാണ് നിധി. നിധിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. നടക്കുന്നതിനിടയിൽ സുഭാഷ് പറഞ്ഞ വാക്കുകളാണ് നിധിക്ക് ഓർമ്മ വരുന്നത്. മോളെ, ഈ വീട്ടിൽ പെൺകുട്ടികളാരും വാഴില്ല. എൻ്റെ അമ്മ ഞങ്ങൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിനുശേഷം വീട്ടിൽ സ്ത്രീകളാരും വന്നിട്ടില്ല. വന്നെങ്കിൽ തന്നെ തിരിച്ചു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരെല്ലാവരും അത് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാറുണ്ട്. ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ നിധിക്കാകെ വിഷമം തോന്നുകയാണ്. നിധി സുധീഷിനോട് പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾക്കാകെ നാണക്കടായില്ലേ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഓ പിന്നെ നീ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിന് നല്ല പേരായിരുന്നല്ലോ. ഇത് ഇപ്പോഴാണോ ചീത്തപ്പേരുണ്ടായത്? നീ അതൊക്കെ വിട്ടേക്ക്. നീ വന്നതിന് ശേഷം ഞങ്ങളുടെ വീടൊരു വീടായത്. ഞങ്ങളുടെ വീടൊരു നരകമായിരുന്നു. ശാപം പിടിച്ച വീടാ. ഇപ്പോൾ എക്സ്ട്രാ ഒരു കാര്യം കൂടി ആയി എന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി മേഡം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേഡം നടന്നോളൂ എന്നിങ്ങനെ നിധിയോട് പറയുകയാണ്. സുധീഷ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. മുൻപുള്ള 2 സ്ത്രീകളും നിങ്ങളുടെ വീട്ടിൽ വാഴാതെ പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ കൂടി പോകുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ചീത്തപ്പേരാവില്ലേ? അത് ശരിയാണ്. അതുകൊണ്ട് നിന്നോട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു പെറുകിയല്ലേ, പിന്നെ നീ എങ്ങനെ അവിടെ താമസിക്കും? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, വല്ലാതെ അഭിനയിക്കല്ലേ നീ. ഓ ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല, വായ് മൂടിക്കെട്ടി നിന്നോളാം എന്ന് പറഞ്ഞ് സുധീഷ് തൻ്റെ കൈ കൊണ്ട് ചുണ്ട് മറയ്ക്കുന്നുണ്ട്. എല്ലാം നിധി വളരെ വിഷമത്തോടെ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് മനസ്സിലാക്കിയ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, ആ വീട്ടിൽ നിന്നും ഒരാൾ ഓടിപ്പോയാൽ, പുറത്തു പോയാൽ നീ അവിടെ താമസിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല, നികേഷ് പറഞ്ഞതുപോലെ ഞാനല്ലേ അവിടുത്തെ പ്രശ്നം. ആ വീട്ടിലുള്ള എന്നോട് മാത്രമല്ലേ നിനക്ക് എതിർപ്പുള്ളൂ. അവിടെയുള്ള നികേഷിനെയും ഹരീഷിനെയും എൻ്റെ ചേട്ടനെയും എന്തിനു പറയുന്നു? ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ പോലും നിനക്ക് ഇഷ്ടമാണ്. ഞാൻ മാത്രം ഒരു പൊറുക്കി. ആയിക്കോട്ടെ, ഞാൻ ആ വീട് വിട്ടു പോയിക്കോളാം. അപ്പം നിനക്ക് സമാധാനമാവുമല്ലോ. മതി, നിർത്തിക്കോ നിൻ്റെ ഈ അഭിനയമെന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കുകയൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ ആ വീട് വിട്ടു പോയിക്കോളാം. ഇങ്ങോട്ട് നോക്ക് നിധി, ഞാനന്ന് നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാനത് സമ്മതിച്ചു. പക്ഷേ നീ എന്നോട് മിണ്ടിയില്ലെങ്കിലും എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറ. നീയൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനു മുന്നേ എത്ര തവണ നീയും ഞാനും തനിച്ചായ പോയ നിമിഷങ്ങളുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ നിന്നോടൊരു മര്യാദയില്ലാതെ പെരുമാറിയിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും ഇല്ലല്ലോ. ഇതിപ്പോൾ പലപ്പോഴായി നീ എന്നെ അവഗണിക്കുന്ന പോലെ എനിക്ക് തോന്നി. അന്ന് സ്കൂട്ടി ഓടിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു വാശി പോലെ തോന്നി. അന്ന് രാത്രി വേറൊരു ഉദ്ദേശത്തോടും കൂടിയല്ല നിധി ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്തോ ഒരു ദേഷ്യത്തിൽ അങ്ങ് വന്നു പോയതാണ്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറത്തങ്ങ് കയറിപ്പോയതാണ്. എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് പറ നിധി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നിന്നെയും കൂടെ നിൻ്റെ അച്ഛൻ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? അന്ന് നമ്മളൊരു ദിവസം നിൻ്റെ റൂമിലേക്ക് കിടന്നുറങ്ങിയത്. അന്ന് അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാനെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് വെക്ക്. ഇനിയിപ്പോൾ നീ കരഞ്ഞ് ബഹളം വെച്ചാലും നിൻ്റെ വീട്ടുകാരോട് നീ എന്താ പറയുക? നിനക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോലും ഞാൻ നിന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ നശിച്ച രാത്രി അങ്ങനെ സംഭവിച്ചു പോയി നിധി. പ്ലീസ്, സോറി നിധി, എന്നോട് ക്ഷമിക്കും നിധി. എൻ്റെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ? എൻ്റെ മനസ്സിൽ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെയുണ്ട്. ഒരു കല്ല് കയറ്റി വെച്ച് അതിന് മുകളിൽ ആരോ കയറി നിൽക്കുന്നത് അത്രയും ഭാരം എൻ്റെ മനസ്സിലുണ്ട്. പ്ലീസ് നിധി, എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ സുധീഷ് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അതിലെ ഒരു ഓട്ടോ വരുവാണ്. നിധി പെട്ടെന്ന് ആ ഓട്ടോയിലേക്ക് കയറി ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോയിലിരുന്ന് നിധി സുധീഷ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവനെ വീട് വിട്ടു പോയാൽ നിധി തിരിച്ച് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നത് നിധിയുടെ മനസ്സിലിങ്ങനെ വീണ്ടും ഇങ്ങനെ കയറി വരുന്നുണ്ട്. നിധി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വൈകിട്ട് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം നിധിയും ദിവ്യയും കൂടി പുറത്തേക്കിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിധി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ദിവ്യ പറയുന്നുണ്ട്, ഏതോ ഒരു വൃത്തികെട്ടവൻ നമ്മുടെ പിറകെ തന്നെയുണ്ട്. നമ്മൾ നോക്കാൻ വേണ്ടിയാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. നീ തിരിഞ്ഞു നോക്കണ്ട, ഞാൻ അവനിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ നിന്നും ഒരു കല്ലെടുത്ത് തിരിഞ്ഞങ്ങ് എറിയാൻ നോക്കുകയാണ്. പെട്ടെന്നാണ് സുധീഷിനെ കാണുന്നത്.
ഉടനെ തന്നെ ദിവ്യ പറയുന്നുണ്ട്, അതെ നിധി സോറി, അത് നിൻ്റെ റിലേറ്റീവ് ഉണ്ടല്ലോ അന്ന് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ വന്നില്ലേ, അദ്ദേഹമാണതെന്ന് പറയുന്നു. നിധി ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിലോ ആ നോട്ടം സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് സുധീഷ് മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, ഇവിടെ നിൽക്കണോ അതോ പോണോ? ദിവ്യ നീ ഇവിടെ നിൽക്ക്, ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ എന്തിനാ വന്നത്? എനിക്കൊരു സ്വൈരം തരില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം നിനക്കെന്നെ കാണുന്നതേ ഇഷ്ടമില്ല, എന്നെ കണ്ടാൽ അപ്പോൾ ദേഷ്യം വരുമെന്നും എനിക്കറിയാം. എന്നാലും അതൊന്നും വകവെക്കാതെ ഞാൻ വീണ്ടും വന്നു. ഞാൻ എന്തിനാ വന്നതെന്നറിയാമോ? ഞാനൊരു മാനം കെട്ടവനാ. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തവൻ ഇങ്ങോട്ട് വന്നേ പറ്റൂ. പ്ലീസ് നിധി ക്ഷമിക്കണം. എത്ര തവണയായി ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വാ. നീ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട. എൻ്റെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടാണെങ്കിലും നീ വാ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പരസ്പരം ആരും സംസാരിക്കാറില്ല. ഇതൊക്കെ ഞാൻ കാരണമാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ആകെ വിഷമം തോന്നുന്നുണ്ട് നിധി. പ്ലീസ് നിധി, നീ വീട്ടിലേക്ക് തിരിച്ചു വാ. നിധി, നീ വന്നതിന് ശേഷമാ ഞങ്ങളുടെ വീട് ഒരു വീടായത്. അവിടെ സന്തോഷമുണ്ടായതും എല്ലാവരും പരസ്പരം നല്ല ബഹുമാനത്തോടെ എല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നതും എല്ലാം നീ വന്നതിന് ശേഷമാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നീ വീട് വിട്ടു പോയതിനു ശേഷം നികേഷിന് അസുഖമായി കിടപ്പിലായതും. അവരെല്ലാവരും പാവമല്ലേ നിധി, നീ എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട. ഞാനാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ വീട് വിട്ടു പോയിക്കോളാം, എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, നീ തിരിച്ചു വന്നാൽ മതി. ഇത് കേട്ട് നിധി എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, ശരി നീ പോയിക്കോ. നീ പോയതിനു ശേഷം ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിച്ചോളാം. പെട്ടെന്ന് സുധീഷ് ആകെ കണ്ണ് തുറിച്ചങ്ങ് നിൽക്കുകയാണ്. എന്താ നിധി പറയുന്നത്? എനിക്ക് കേൾക്കുന്നതിൻ്റെ തരക്കടാണോ? എന്നോട് വീട് വിട്ട് പോവാനോ? നീ ശരിക്കും പറഞ്ഞതാണോ അതോ എന്നെ കളിയാക്കിയതാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞതാ. നിങ്ങൾ ഒരുത്തനാണ് ആ വീട്ടിലെ പ്രശ്നം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നവും തീർന്നു. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ആ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവരെല്ലാവരും എന്നെ എന്തുപോലെ എത്ര നല്ലവണ്ണമാണ് നോക്കിയത്. അവർക്കെല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എത്ര സേഫായിട്ടാണ് ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആ വീട് വിട്ടു പോയാൽ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. വീണ്ടും സുധീഷ് വിശ്വസിക്കാനാവാതെ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും ചോദിക്കുകയാണോ? എന്നോട് അവിടം വിട്ട് പോവാൻ തന്നെയാണോ നീ പറയുന്നത്? ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, അല്ല നീ അപ്പോൾ വെറുതെ പറഞ്ഞതാണോ വീട് വിട്ട് പോകാമെന്ന്? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ഞാൻ പോയിക്കോളാം. നീ ആ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആ വീട് വിട്ട് എവിടേക്കെങ്കിലും പോയിക്കോളാം. നീയും ഞാനും കൂടി കണ്ടുമുട്ടാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ പോയിക്കോളാം. ശരി, നീ പോയി കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരില്ല എന്ന് എന്താ ഉറപ്പ്? ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ വന്നാൽ നീ നിൻ്റെ കാലിൽ കിടക്കുന്ന ആ ചെരുപ്പ് ഉപയോഗിച്ച് എൻ്റെ മുഖത്തടിക്ക്. ഇത് കേട്ട് പെട്ടെന്ന് നിധി അങ്ങ് ചിരിച്ചു പോകുന്നുണ്ട്. നിധിയുടെ ചിരി കണ്ട് ആഹാ, ഇവളുടെ കോപമെല്ലാം കുറഞ്ഞു വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ സുധീഷ് ചിന്തിക്കുകയാണ്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, നിധി, ആ വീട്ടിലേക്ക് നിന്നോട് വരാൻ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അവിടെയുള്ളവർക്കെല്ലാം നിന്നെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ വേറൊരു കാരണം കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ വേറൊരു കാരണം? അല്ല, അവിടെ ഇപ്പോൾ പുതിയൊരു ബാത്റൂമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി പെയിൻറ് കൂടി അടിക്കേണ്ടുള്ളൂ. നീ പോയി കഴിഞ്ഞാൽ ആ ബാത്റൂം പിന്നെ ആരാ യൂസ് ചെയ്യുന്നത്? ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാനല്ലാതെ വേറെ ആരും ബാത്റൂം യൂസ് ചെയ്യില്ല അവിടെ? ഇല്ല, ആ ബാത്റൂമൊന്നും ഞങ്ങൾ ആരും യൂസ് ചെയ്യില്ല. അത് നിനക്ക് വേണ്ടി സ്പെഷ്യലായി കെട്ടിയിട്ടുള്ള ബാത്റൂമാണ്. അതുകൊണ്ട് നീ വന്നത് യൂസ് ചെയ്തേ പറ്റൂ. സുധീഷ് ഇങ്ങനെ പറയുന്നത് കേട്ട് വീണ്ടും പൊട്ടി ചിരിക്കുകയാണ് നിധി. നിധിയുടെ ചിരി കാണുമ്പോൾ സുധീഷിന് സമാധാനമാവുന്നുണ്ട്. നിധി, നീ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഇതുകൊണ്ടൊന്നും വീട്ടിലേക്ക് വരില്ല. നീ വീട് വിട്ടു പോയി എന്നെ വിളിക്ക്, അന്നേരം ഞാൻ വീട്ടിലേക്ക് വരാം. എന്നാൽ രാത്രി ആയതും സുഭാഷും നികേഷും നിധിയെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് ഹരീഷിനും ഭാസ്കരനും സന്തോഷമാവുന്നുണ്ട്. എന്നാൽ നിധി ഭാസ്കരൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഭാസ്കരൻ കേൾക്കാൻ മട്ടിൽ ഭാസ്കരനോട് പറയുന്നുണ്ട്, നോക്കുന്നത് കണ്ടില്ലേ,
ഒരു കള്ളനെ പോലെ എന്ന് പറയുമ്പോൾ ഭാസ്കരനാകെ ചമ്മുന്നുണ്ട്. എന്നാൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പറഞ്ഞത്? അല്ല സുഭാഷ് ഏട്ടാ, ഈ വീട്ടിൽ പൂച്ചകളുടെ ശല്യം വല്ലാണ്ട് ഉണ്ട് എന്ന് പറയുമായിരുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ നീ പറഞ്ഞത് കാര്യമാണ്. ദേ എപ്പോഴും കിച്ചണിൽ വെച്ച മീനൊക്കെ ഉണ്ടല്ലോ, ആ കള്ളപ്പൂച്ച വന്ന് കഴിച്ചുകൊണ്ട് പോവാണ്. എന്തായാലും അതിനെ ഒന്ന് ഇല്ലാതാക്കണമെന്ന് പറയുന്നുണ്ട്. എടുത്തി നമുക്ക് വീടിനകത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് നികേഷ് നിധിയും കൂട്ടി വീടിനകത്തേക്ക് കയറുന്നുണ്ട്. നിധി അവിടെ ഇരിക്കുകയാണ്. സുഭാഷ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് നിധിക്ക് കൊടുക്കുന്നുണ്ട്. അത് കുടിക്കുന്നതിനിടയിൽ നിധി ഇങ്ങനെ ചുറ്റുപാടും നോക്കുക, പുറത്തേക്ക് നോക്കുന്നുണ്ട്, റൂമിലേക്കും എല്ലായിടത്തും കിച്ചണിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ആരെയാണ് നീ നോക്കുന്നത്? അല്ല എവിടെ നമ്മുടെ സാറ് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ സുഭാഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ അവൻ എവിടെ, ഇവിടെ ഇല്ലേ? ആ ഉണ്ട്, ദേ ആ റൂമിലുണ്ടെന്ന് പറയുകയാണ്. ഉടനെ തന്നെ നിധി തൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് നോക്കുവാണ്. ഇത് കണ്ട സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷേ, അവൻ എന്തിനാ ആ റൂമിൽ പോയി കിടക്കുന്നത്? അത് നിധിയുടെ റൂമല്ലേ? ഒരു തവണ തന്നെ ആ റൂമിൽ കയറിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ അവൻ അവിടെ പോയി കിടക്കുവാണോ? അതെ ഏട്ടാ, ഇപ്പോഴങ്ങി പോയതേ ഉള്ളൂ. എന്തിനാ പോയതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഉടനെ നിധി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വന്നത് അവനക്ക് അറിയത്തില്ലേ? ഇല്ല, ഞങ്ങളാരും അവനോടത് പറഞ്ഞിട്ടില്ല. നീ എവിടെ ഇരിക്കുമോളെ, ഞാൻ അവനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് റൂമിലേക്ക് പോകാൻ നേരം നിധി പറയുന്നുണ്ട്, വേണ്ട ചേട്ടാ ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിൻ്റെ ഡോറ് തുറന്ന് നിധി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അന്നേരം നമ്മുടെ സുധീഷ് കട്ടിലങ്ങനെ കാലുമേൽ കാലൊക്കെ കയറ്റി വെച്ച് പാട്ട് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. നിധി സുധീഷിൻ്റെ അടുത്ത് ചെന്ന് കൈ കെട്ടി നോക്കി നിൽക്കുവാണ്. എന്നാൽ കണ്ണടച്ച് കിടക്കുന്ന സുധീഷ് അത് കാണുന്നില്ല. അല്പസമയം കഴിഞ്ഞ് കണ്ണങ്ങ് പെട്ടെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് നിധിയുടെ മുഖമാണ് കാണുന്നത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് സുധീഷ്. താൻ സ്വപ്നം കാണുവാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് സുധീഷ് തൻ്റെ 2 കണ്ണുകളും കൈകൊണ്ട് തിരുമുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നിധിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സ്വപ്നമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സ്വപ്നമല്ല, ഞാൻ തന്നെയാണിത് എന്ന് നിധി പറയുന്നുണ്ട്. വീണ്ടും കണ്ണ് തുറിച്ച് നോക്കി നിൽക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് നികേഷ് അകത്തേക്ക് വരുന്നുണ്ട്. ചേട്ടൻ എന്താ ഇവിടെ കാണിക്കുന്നത്? എടുത്ത് തിരിച്ചു വന്നു. ഇത് കേട്ട് ഷോക്കായതുപോലെ സുധീഷ് ബെഡിലേക്ക് അങ്ങ് വീഴുന്നുണ്ട്. ചേട്ടാ എന്താ ഇത്, എഴുന്നേൽക്കെന്ന് നികേഷ് പറയുമ്പോൾ പെട്ടെന്ന് സുധീഷ് അങ്ങ് എഴുന്നേൽക്കുകയാണ്. അത് പെട്ടെന്ന് എനിക്ക് മയക്കം വന്നടാ എന്ന് പറയുന്നുണ്ട് സുധീഷ്. ഞാൻ തിരിച്ചു വന്നാൽ നീ ഇവിടെ നിന്നും പോവാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. നീ എന്താ എൻ്റെ റൂമിൽ കാണിക്കുന്നത്? ഇത് എൻ്റെ റൂമാണ് എന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അയ്യോ സോറി, അറിയാതെ കയറിപ്പോയതാ. പുറത്തിരുന്നാലേ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ കഴിയാതെ ഞാനൊന്ന് അകത്ത് കയറിപ്പോയതാ. ഇവിടെ ഇരുന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. സോറി മാഡം, ഞാൻ അറിയാതെ കയറിപ്പോയി. ഇനി ഒരിക്കലും ഈ വഴിയെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണും ഹെഡ്സെറ്റും എല്ലാം എടുത്ത് സുധീഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ക്ഷമിക്കണം മാഡം എന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ടാണ് സുധീഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. കൈകൂപ്പി നിൽക്കുന്ന സുധീഷിനെ കണ്ട് നിധി ചിരിക്കുന്നുണ്ട്. സുധീഷ് പുറത്തെത്തിയതും സുഭാഷ് പിടിച്ചു നിർത്തുകയാണ്. എന്താടാ നിനക്ക് അകത്ത് കാര്യം? നീ എന്തിനാ അകത്ത് പോയി കിടന്നത്? സോറി ചേട്ടാ. ഈ നിധി ശരിക്കും തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അറിയാത്തത് കൊണ്ട് ഞാൻ കയറിപ്പോയതാണ്. സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ കൈകൂപ്പി സുധീഷ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി ഇങ്ങനെ വാരി കഴിക്കുകയാണ്. ഇത് കണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല എടുത്തി അവിടുത്തെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ലേ? എന്താ ഇങ്ങനെ പെട്ടെന്ന് കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്താണ് നികേഷ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അവൻ ചോദിക്കട്ടെ, അവൻ ചോദിച്ചത് കാര്യം തന്നെയാണ്. അവിടുത്തെ ഭക്ഷണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ടേസ്റ്റില്ലാത്ത ഭക്ഷണമായിരുന്നു. ഞാനിങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ കാരണം നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ ഭക്ഷണം തന്നെയാണ്. നിധി ഭക്ഷണം കഴിക്കുന്നത് ഒരു ചിരിയോടുകൂടി ഇരുന്ന് നോക്കിയിരിക്കുകയാണ് സുധീഷ്. അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരൻ പെട്ടെന്ന് വന്നതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണ്. നിധിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ചമ്മലോടുകൂടി ഒരു നാണക്കേട് കൂടിയാണ് നമ്മുടെ ഭാസ്കരൻ വന്നു നിൽക്കുന്നതെന്ന്. അച്ഛനെ കണ്ടതും സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഭക്ഷണം എടുക്കട്ടെ? എന്നിങ്ങനെ മൂളുന്നുണ്ട് ഭാസ്കരൻ.
അങ്ങനെ സുഭാഷ് അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അതിനുശേഷം സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ സുധീഷ്, നിനക്ക് ഭക്ഷണം വേണ്ടേ? ആ, ഭക്ഷണമൊക്കെ വേണം. കുറേ നേരമായല്ലോ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണു. ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ആരും ചിന്തിക്കുന്നു പോലുമില്ല. ഇത് കേട്ട് നമ്മുടെ നിധി പെട്ടെന്ന് അങ്ങ് ചുമയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഛേ, ഈ വീട്ടിൽ പച്ചമുളക് പോലും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരുവാണ്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നിധി, നീ ആ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ? ഏയ് അല്ല അല്ല, ഞാനിത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പച്ചമുളകിനെ പറഞ്ഞതാണ്. അല്ല, നീ എപ്പോഴായി വീട് വിട്ട് പോകുന്നത്? ഇത് കേട്ട് എല്ലാവരും അന്തം വിട്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. സുധീഷിൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട്. ഇത് കണ്ട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, നിങ്ങൾക്കറിയോ, ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് തന്നെ ഇദ്ദേഹം ഇവിടെ നിന്നും പോകാം, ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ വീട് വിട്ട് പോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്താ? പോവാനായില്ലേ എന്ന് നിധി ചോദിക്കുകയാണ്. ആ, ഞാൻ പോവാനെയാണ്, പോവാം. പക്ഷേ ഈ നേരം, ഈ രാത്രി എന്നെപ്പോലെ ഒരു യുവാവ് പുറത്തിറങ്ങി നടക്കുന്നാലുള്ള പ്രശ്നങ്ങൾ നിനക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് രാത്രി ഞാൻ പോകുന്നില്ല. നേരം വെളുത്താൽ ഉടനെ ഞാൻ ഇവിടെ നിന്നും പോയിക്കൊള്ളാം.